ഈ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതെന്നാണല്ലേ ഞാൻ ഇന്ന് പാനിരിപ്പേന്. അപ്പോൾ ഇഷ്ടമുള്ളൊരു സംഭവം വാങ്ങിയതാട്ടോ. ഇന്ന സംഭവം ഞാൻ കാണിച്ചു തരാം. കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. മുളക്, ബജ്ജീൻ്റെ മുളകില്ലേ അത്. അപ്പം ഞാൻ വെച്ച് ഞാൻ എൻ്റെ ഷോപ്പിൽ എപ്പോൾ ഉണ്ടാക്കുന്ന സാധനം, ബേക്കറിയിൽ ഭയങ്കര ഡിമാൻഡുള്ള സാധനം. അപ്പോൾ അതിന് കുറേ ആയി പിന്നെ ഉണ്ടാക്കാത്ത. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ 3-4 എണ്ണ വാങ്ങിയിട്ടുള്ളൂ. വേഗം പോയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നല്ലോണം മോശമില്ല, ഫ്രഷ് മുളക് തന്നെയാന്ന് തോന്നുന്നു. വാടിയിട്ടും അങ്ങനെയൊന്നുമില്ല. അതെല്ലാം കഴുകി കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് കഴുകി ഒരു 3-4 പ്രാവശ്യം കഴുകുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ലേ, അപ്പോൾ എന്തെങ്കിലും തളിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതന്നെയല്ലേ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ നേരെ ചൂടുവെള്ളത്തിൽ കഴുകി, എന്നിട്ട് 3-4 പച്ചവെള്ളത്തിലെല്ലാം കഴുകിയിട്ടാണ് എടുത്ത്. അപ്പോൾ ഈ മുനമ്പില്ലേ അതങ്ങ് ചെത്തിക്കളയണം. അപ്പോൾ അത് ചെത്തി എന്നിട്ട് 2ആയിട്ട് മുറിച്ചത്. ഞാൻ വലുതായിട്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ 2ആക്കി മുറിച്ച്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് കടലമാവ്, ഇത് മെയിൻ കടലമാവ്. ചിലർ ഫുൾ കടലമാവ് എടുക്കും. അപ്പോൾ ഞാൻ കുറേ കടലമാവ് എടുത്ത് 1 സ്പൂൺ മൈദപ്പൊടിയും എടുത്തു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് കുറച്ച് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഉപ്പ് ഇട്ടിന. അപ്പോൾ നല്ലോണം യോജിപ്പിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഇങ്ങനെ അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത രീതിക്ക് ഇങ്ങനെ വേണം ആക്കുക. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ ആക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി മുക്കി പൊരിക്കുക. വേറെ ഇതൊന്നുമില്ല. അരിപ്പൊടി ഇട്ടത് നല്ല ക്രിസ്പാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വറുത്ത് കോരി നല്ല ചൂടോടെ തിന്നുമ്പോൾ അതിൻ്റെ തന്നെ വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനൊരു ചട്നി കൂടി ഉണ്ടാക്കും. ഞാൻ ഷോപ്പിൽ ഉണ്ടാക്കുമ്പോൾ ചട്നി ഉണ്ടാക്കും. അപ്പോൾ അതിന് തക്കാളി നല്ല ചുവന്ന തക്കാളി എടുക്കണം. എൻ്റെ അടുത്ത് ചുവന്ന തക്കാളി ഇല്ലേ. പിന്നെ ഒരു പച്ചമുളക്, 2-3 വെളുത്തുള്ളിയും 1 ഉള്ളിയും, കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പും, കുറച്ച് വിനാഗിരിയും, കുറച്ച് മുളക് പൊടിയും വേണം. ഇത് കളറില്ലാത്ത മുളക് പൊടി, നല്ല കളർ കാശ്മീരി മുളക് പൊടിയില്ലേ, അപ്പം അതാ. അപ്പം ഇതിൻ്റെ കളർ അങ്ങനെ രസമില്ല കാണും. കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടിയും നല്ല കളർ കിട്ടും. അപ്പം അതിന് ശേഷം നല്ലോണം കുത്തി അരിഞ്ഞ് ഉള്ളി അതിൻ്റെ ഒത്തിടുക. അപ്പം ഇതും ഈ ബജിയുമില്ലേ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. ഇതുവരെ നിങ്ങൾ വെറും മുളക് ബജീൻ്റെ ഒപ്പം ഒരു ചുവന്ന കളറുള്ള ചട്നി ആയിരിക്കും കൂട്ടിയിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് ഷോപ്പിൽ ഇങ്ങനെയാണ് കൊടുക്കൽ. ഇത് നല്ലോണം ചൂടോടെ കൂടി തിന്നണം മുളക് ബജി. അല്ലാണ്ട് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. ഇത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ.